അറിയുമോ? കൊല്ലം ജില്ലയില് ഓച്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇന്നും ഒരു ജാറം കാണാൻ കഴിയും. ഇന്ന് ആളില്ലാത്ത ഒരു ജാറം അവിടെ കാണുന്നു എങ്കിൽ കുപ്പസ്വാമി എന്നറിയപ്പെട്ട ദാമോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജാറം കൊല്ലം ജില്ലയിലേക്ക് നിങ്ങൾ പോയി നോക്കുക. ഔറത്ത് പോലും മറയ്ക്കാതിരിക്കുന്ന ഈ മനുഷ്യന്റെ ഈ ചിത്രം ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീട്ടിന്റെ മുന്നിൽ തൂക്കിയിരിക്കുകയാണ്. ഈ വീട്ടിന്റെ അനുഗ്രഹം കുപ്പസ്വാമി എന്ന ബോർഡോടുകൂടി. പ്രിയപ്പെട്ടവരെ, ഈ ജാറം ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ആരാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്? നിങ്ങൾക്കറിയുമോ? കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അമുസ്ലിമാണ് എന്ന് പരക്കെ അറിയപ്പെട്ട അവിശ്വാസിയായ, അതുപോലെ കഞ്ചാവിന് അടിമയായിരുന്ന ഒരു മനുഷ്യൻ തന്റെ വലത് കൈയില് പച്ച കുത്തിയിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ആദരവോടുകൂടി വീക്ഷിക്കുന്ന ദേവീ ദേവന്മാരുടെ ഫോട്ടോ പച്ച കുത്തിയിരുന്ന, സുന്നത്ത് പോലും കഴിച്ചിട്ടില്ലാത്ത കൊല്ലം ജില്ലയില് കഴിഞ്ഞ 15 വർഷത്തോളമായി ചുറ്റിക്കറങ്ങി നടന്നിരുന്ന ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോ മുസ്ലിം പള്ളിയുടെ മുന്നില് കബറടക്കിയിട്ട് ആ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിശ്ചയിച്ചു. ഞാനന്ന് SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് പകൽ സമയത്ത് വ്യാപകമായ ഒരു പ്രചരണം ഇവിടെ അഴിച്ചുവിട്ടു. SSFുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് തെളിയിക്കാൻ കഴിയുന്നത്? എന്റെ SSFന്റെ ബന്ധം നിഷേധിക്കാൻ ആർജവമുള്ള ഏതെങ്കിലും SSFന്റെ നേതാക്കന്മാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോകുകയാണ്. നിങ്ങൾക്കറിയുമോ? SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ ഈ മനുഷ്യന്റെ കബറ് അത് കെട്ടിയുണ്ടാക്കിയിട്ട് അതിജാറമാക്കിയിട്ട് ആ മഹലിന്റെ ഭാരവാഹികൾ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ ആ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് സംഘടിപ്പിച്ചു തരണമെന്ന്. ഞാനന്ന് പറഞ്ഞു, എന്റെ അഭിമന്യ ഗുരു ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയില്ല. ഞാനത് പറയാൻ കാരണം കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഞാൻ പറഞ്ഞു, എന്റെ ഉസ്താദ് ഈ അനാചാരത്തിന് വരികയില്ല. നിങ്ങള് ഈ വിഭാഗത്തിന്റെ ആരെയെങ്കിലും വിളിച്ച് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവിടെ ഒരു നോട്ടീസ് ഇറങ്ങി ജാറത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചുകൊണ്ട്. ആരാണ് ഉദ്ഘാടനത്തിന് വരുന്നത്? ആരാണ് ഉദ്ഘാടനത്തിന് വന്നത്? ശൈഖുന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാര് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് നോട്ടീസ് ഇറങ്ങിയപ്പോൾ കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയില് ഫോണുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് കാന്തപുരം ഉസ്താദുമായിട്ട് ഫോണിൽ നേർക്കുനേരെ ബന്ധപ്പെട്ടിട്ട് ഈ മനുഷ്യന്റെ മുഴുവൻ കഥകളും ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മുസ്ലിമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഉസ്താദ് ഈ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വരരുത് എന്ന് പറഞ്ഞു. SKSSFന്റെ പ്രവർത്തകര് അവിടെ ഈ ജാറത്തിനെതിരെ, ഓച്ചിറയിലെ കുപ്പസ്വാമിക്കെതിരെ പരസ്യമായിട്ട് നോട്ടീസുമായിട്ട് രംഗത്ത് വന്നു. സമസ്തയ്ക്ക് ഈ മനുഷ്യനുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് യുദ്ധവുമായിട്ട് രംഗത്ത് വന്നു. നോട്ടീസിന്റെ കൈവശം ഇപ്പോഴുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവിടെ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടന്ന മഗ്രിബ് നമസ്കാരാനന്തരം നടന്ന ആ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാര് വന്നു. എന്നിൽ നിന്ന് മുഴുവൻ കഥയും കേട്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്ത അദ്ദേഹത്തിന്റെ മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുമുണ്ട്. അവര് തന്നെ അവകാശപ്പെടുന്നു, ഇത് ഞങ്ങളുടെ പിതാവ് തിരുനെൽവേലി സ്വദേശി, തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശി ദാമോദരൻ അയ്യപ്പനാണ് എന്ന് മക്കൾ ഇന്നും അവകാശപ്പെടുന്ന ആ മനുഷ്യന്റെ ജാറത്തിന്റെ മുന്നിലേക്ക് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാര് വന്നിട്ട് ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് 2.5 മണിക്കൂർ സമയം പ്രസംഗിച്ചു. എന്താണ് കാന്തപുരം പറഞ്ഞതെന്നറിയുമോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത എല്ലാ കഥയും എന്നിൽ നിന്നും അറിഞ്ഞ എന്റെ ഉസ്താദ് അവിടേക്ക് വന്നിട്ട് പറഞ്ഞത് ആ മനുഷ്യന്റെ 1000 കറാമത്തുകളായിരുന്നു. 1000 കറാമത്തുകൾ പറഞ്ഞിട്ട് ജനങ്ങളെ ക്ഷണിക്കുകയാണ് സിയാറത്തിന്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ഈ ജാഹിലിയ്യത്തിന്റെ പടിയിറങ്ങിക്കൊണ്ട്
പറഞ്ഞുകൊണ്ട് SSFന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പരസ്യമായിട്ട് രാജിവെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോരുന്നത്. എന്നിട്ടും ഞാൻ 2004 വരെയും SSFന്റെ പ്രവർത്തന മേഖലയിൽ സ്ഥാനമില്ല എങ്കിലും ആ പ്രവർത്തന മേഖലയിൽ നിന്നിട്ടുണ്ട്. പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്റെ 14 വർഷത്തെ വിവിധ പരിപാടികളുടെ നോട്ടീസുകൾ എന്റെ കൈവശമുണ്ട്. നിഷേധിക്കുന്നവരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. SSFന്റെ മെമ്പർഷിപ്പുകൾ എന്റെ കൈവശമുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തില് ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടക്കുകയാണ്, കച്ചവടവൽക്കരണം നടക്കുകയാണ്. നിങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് പോകുക, ഓച്ചിറയിലേക്കൊന്ന് കടന്നു ചെല്ലുക, അവിടെ ചെന്നിട്ടൊന്ന് അന്വേഷിക്കുക. ജാറം ഉദ്ഘാടനം ചെയ്ത അതേ ആഴ്ചയില് 35,000 രൂപയാണ് ഒരാഴ്ചയിലെ വരുമാനം അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ചെല്ലുക, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ വരുമാനം വെറും 3,400 രൂപയാണ്. ആ പള്ളി ഇമാമിനോട് നിങ്ങൾ അന്വേഷിക്കുക. ഇസ്ലാഹി പ്രബോധകര് വ്യാപകമായിട്ട് ഈ അനാചാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തിയപ്പോ ജനം സ്വീകരിക്കാൻ തുടങ്ങി. പല ജാറങ്ങളും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.